എല്ലാ കൂട്ടുകാർക്കും നല്ലൊരു രാത്രി ആശംസിച്ചുകൊണ്ട് നമുക്ക് നേരെ കിരണിന്റെയും കല്യാണിയുടെയും നാളത്തെ നല്ലൊരു പ്രൊമോ വിശേഷം കേട്ടാലോ. ആദ്യമായി കാണുന്നവരാണെങ്കിൽ ചാനൽ ഇഷ്ടപ്പെട്ട ഒന്ന് സബ്സ്ക്രൈബ് ചെയ്യാൻ മറക്കരുതേ. വീഡിയോ ഇഷ്ടപ്പെടുവാണെങ്കിൽ ലൈക്ക് ചെയ്യാനും മറക്കരുത് കേട്ടോ. നമ്മുടെ മുന്നോട്ടുള്ള യാത്രയിൽ നിങ്ങളുടെ സപ്പോർട്ട് ലൈക്കുമാണ് നമുക്ക് ഏറ്റവും കൂടുതൽ പ്രചോദനമായി മാറിക്കൊണ്ടിരിക്കണേ. അപ്പം നമുക്ക് നേരെ നമ്മുടെ വിശേഷത്തിലേക്ക് പോയാലോ. അങ്ങനെ ഇന്നത്തെ വിശേഷം നമ്മൾ കണ്ടു. വിക്രം റെസ്റ്റോറൻറ്റിലേക്ക് കയറി വരണ സമയത്ത് അവിടെ ലക്ഷ്മി അമ്മയും കാർത്തികയും ഉണ്ടായിരുന്നു. ഒരു നിമിഷം രണ്ടുപേരും ഞെട്ടിപ്പോയി. എന്ത് ചെയ്യണമെന്ന് അറിയത്തില്ല. കാർത്തി പറഞ്ഞ് അമ്മയെ നോക്കാൻ പറയാണ്. ലക്ഷ്മി അമ്മയും കണ്ടു. ഈ സമയത്ത് ലക്ഷ്മി അമ്മ പെട്ടെന്ന് അങ്ങോട്ടേക്ക് എഴുന്നേറ്റ് മാറുവാണ്. വിക്രം ജസ്റ്റ് അങ്ങോട്ട് കയറി വരുമ്പം തന്നെ കാർത്തി അവിടെ ഇരിക്കുന്നു കണ്ടു. പക്ഷെ ലക്ഷ്മി അമ്മേനെ കണ്ടില്ല. ലക്ഷ്മി അമ്മ അങ്ങോട്ട് മാറിയിട്ടുണ്ടായിരുന്നു. പെട്ടെന്ന് കാർത്തി ചേച്ചി എന്ന് പറഞ്ഞുകൊണ്ട് അങ്ങോട്ടേക്ക് വരുവാണ്. ഇത് കേട്ട് കഴിഞ്ഞപ്പോഴത്തേനും കാർത്തി പറഞ്ഞു ഞാനൊരു ജ്യൂസ് കുടിക്കാൻ വേണ്ടി വന്നാന്ന് പറയണം. വിക്രം പറഞ്ഞു ഞാൻ ഫുഡ് കഴിക്കാൻ വേണ്ടി വന്നാ. അല്ല കാർത്തി ചേച്ചി ഫുഡ് കഴിക്കുന്നുണ്ടോ എന്ന് ചോദിക്കും. വേണ്ട, ഞാൻ ജ്യൂസ് കുടിച്ചു. എന്നാ ശരി ഞാൻ പോട്ടെ എന്ന് പറഞ്ഞിട്ട് പെട്ടെന്ന് തന്നെ കാർത്തി അവിടെ നിന്ന് ഇറങ്ങുവാണ്. വിക്രമാണ് ശ്രദ്ധിച്ചില്ല. കാരണം കാർത്തിയുടെ ഫ്രണ്ടിൽ 2 ഗ്ലാസ് ഇരിപ്പുണ്ടായിരുന്നു. ഒരു ഗ്ലാസ് മാത്രം അല്ലേ കുടിക്കത്തോളം ഒരാൾ. പക്ഷെ അത് വിക്രമാണ് ശ്രദ്ധിച്ചിട്ട് ഉണ്ടായിരുന്നില്ല. അങ്ങനെ ശ്രദ്ധിച്ചായിരുന്നെങ്കിൽ ചിലപ്പോൾ അവൻ ചോദിച്ചാനും കാർത്തിച്ച് തന്നെയുള്ളോ കൂടെ ആരെങ്കിലും ഉണ്ടോ എന്നൊക്കെ ചോദിക്കുകയും ചെയ്താനും. പക്ഷേങ്കിൽ അതിനു മുമ്പ് തന്നെ കാർത്തി അവിടെ നിന്ന് ഇറങ്ങി പോരുവേതെ. അങ്ങനെ ബില്ലും കൊടുത്തിട്ട് നേരെ പുറത്തേക്ക് ഇറങ്ങി വന്നപ്പോൾ അവിടെ ലക്ഷ്മിയമ്മ കാത്തിരിക്കുന്നുണ്ടായിരുന്നു. പിന്നീട് അവർ രണ്ടുപേരും കൂടെ പോകുന്ന വഴിക്ക് ലക്ഷ്മിയമ്മ പറഞ്ഞു അതെ ജസ്റ്റ് നമ്മളിപ്പോൾ രക്ഷപ്പെട്ടേന്ന് പറയാണ്. ഇത് കേട്ട് കഴിഞ്ഞപ്പോൾ കാർത്തി പറഞ്ഞു അത് ശരിയാമേ, പക്ഷേങ്കിലുണ്ടല്ലോ ഇനിയിപ്പോൾ പിടിച്ചാലും എനിക്ക് വലിയ കുഴപ്പമില്ലായിരുന്നു പറയാം. എന്താ മോളെ അങ്ങനെ പറഞ്ഞേ? എപ്പോഴാണെങ്കിലും അറിയണമല്ലോ. അത് ശരിയാകത്തില്ല മോളെ, നേരത്തെ അറിയേണ്ട കാര്യമില്ല. 2 ദിവസം കൂടെ ഉണ്ടല്ലോ, 2 ദിവസം കഴിഞ്ഞിട്ട് അറിഞ്ഞാൽ മതി അവറ്റകള്. കാരണം മറ്റൊന്നുമല്ല, രണ്ടും കൂടെ തൊലിയുരിഞ്ഞ് നിൽക്കുന്ന ആ ഒരു കാഴ്ച കാണാനായിട്ട് നമ്മളെപ്പോലെ തന്നെ ആഗ്രഹിച്ചിരിക്കുന്ന വേറെ കുറച്ച് പേരുണ്ട്. കല്യാണിയും കിരണും ദീപ എല്ലാവരും ഉണ്ട്. അപ്പൊ അവർക്കും ഈ കാഴ്ച കാണണ്ടേ? അവരുടെ മുന്നിൽ വേണം ഇവൻ തൊലിയുരിഞ്ഞ് നിൽക്കാനായിട്ട്. ആ ഒരു കാഴ്ച കാണണ്ടേന്ന് ചോദിക്കണം. ഇത് കേട്ട് കഴിഞ്ഞപ്പോഴത്തേനും കാർത്തി പറഞ്ഞു ശരിയാ, കല്യാണി ചേച്ചിനൊക്കെ അമ്മാതിരി ദ്രോഹിച്ചിട്ടുണ്ട്. അപ്പൊ ഈ ആ ഒരു കാഴ്ച കാണാൻ വേണ്ടി അവരും ഉണ്ടാവണം എന്ന് പറയാം. ഇത് കേട്ട് ലക്ഷ്മി പറഞ്ഞു അതുകൊണ്ട് മാത്ര അല്ലെങ്കിൽ ഇപ്പൊ അവനെ ഞാൻ അവിടെ ഇട്ട് വലിച്ചു കീറിയാനും. പക്ഷേങ്കിൽ ഇങ്ങനെ ഒരു കാഴ്ചയ്ക്ക് വേണ്ടിയിട്ട് മാത്രം ഞാൻ ഒന്നും മിണ്ടാതെ ഇങ്ങോട്ട് ഇറങ്ങിപ്പോന്നെ. ഇനിയിപ്പം മോളെ എന്നെയും കൂടെ കണ്ടിട്ട് മോൾക്കൊരു പ്രശ്നം ഉണ്ടാവണ്ടല്ലോ എന്ന് കരുതി മാത്രമാണെന്ന് പറയാണ്. കാർത്തി പറഞ്ഞു എത്ര കിട്ടിയാലും പഠിക്കില്ലെന്നുള്ള രീതിയിലാണ് രണ്ടുപേരും കൂടെ. ഭയങ്കര സന്തോഷത്തിലാ എന്ന് പറയാണ്. അങ്ങനെ അവരങ്ങോട്ടേക്ക് പോവാണ്. ഈ സമയം അവന് ഫുഡൊക്കെ കഴിച്ച് പുറത്തേക്ക് ഇറങ്ങി വരുവാണ്. അങ്ങനെ ഇറങ്ങി വരുന്ന സമയത്താണ് കല്യാണി അങ്ങോട്ടേക്ക് വരുന്നുണ്ടേ. കല്യാണിയെ കണ്ടു കഴിഞ്ഞപ്പോഴത്തേനും വിക്രം അങ്ങോട്ട് ചെല്ലുവാണ്. നീയോ? നിന്നെ ഒന്ന് കാണാൻ വേണ്ടി ഞാൻ ഇരിക്കുമായിരുന്നു. എൻ്റെ അച്ഛൻ്റെ കല്യാണോ നീ അറിഞ്ഞോ എന്ന് ചോദിക്കുവാണ്. ഇത് കേട്ട് കഴിഞ്ഞപ്പോഴത്തേനും കല്യാണി പറഞ്ഞ് അറിഞ്ഞു, ഞാൻ വരുക തന്നെ ചെയ്യുമെന്ന് പറയാ. കല്യാണ ക്ഷണം എനിക്കുണ്ട്. അപ്പൊ എൻ്റെ അച്ഛൻ്റെ കല്യാണത്തിന് എനിക്ക് വരാതിരിക്കാൻ പറ്റുമോ? ഞാൻ വരുന്നുണ്ടെന്ന് പറയണം. നീ വരണം, വന്ന് സദ്യ ഉണ്ടിട്ട് പോകാവുള്ളൂ. പിന്നെ ചില ബെറ്റൊക്കെ വെച്ചിട്ടുണ്ടല്ലോ, നിന്റെ ഭർത്താവ് മീശ എടുക്കുന്നോ താടി എടുക്കുന്നോ ഒക്കെ പറയുന്നുണ്ടായിരുന്നല്ലോ. അപ്പൊ അന്നൊരു കാര്യം ചെയ്യാം, അന്ന് ആ കാഴ്ച കാണാനായിട്ടേ 4 ആളെയും കൂടെ കൂട്ടിക്കോ, നിന്റെ ഭർത്താവ് മീശ എടുക്കുന്ന കാഴ്ച കാണാനായിട്ട്. ഇത് കേട്ടപ്പോൾ കല്യാണി പറഞ്ഞു അല്ല ആരുടെ മീശ എടുക്കണം നമുക്ക് കാണാന്ന് പറയണം. കല്യാണം നടന്നു കഴിഞ്ഞാലല്ലേ, ഇല്ലെങ്കിൽ വേണ്ടല്ലോ എന്ന് പറയണം. കല്യാണം നടക്കൂടി, മുമ്പത്തെക്കാളും നല്ല ഗംഭീരമായിട്ടായിരിക്കും കല്യാണം നടക്കാൻ പോകുന്നത്. അതിനേക്കാളും കൂടുതൽ ആൾക്കാരും കാണും ഈ തവണത്തെ കല്യാണത്തിന്. നീ കാത്തിരുന്ന് കണ്ടോളാൻ പറയാണ്. ഇത് കേട്ട് കഴിഞ്ഞപ്പോഴത്തേനും കല്യാണി പറഞ്ഞു അതേടാ, സ്വന്തം അമ്മേനെ നീ പറഞ്ഞ എന്തൊക്കെയാന്ന് എനിക്ക് നന്നായിട്ടറിയാം. ഇത് കേട്ട് വിക്രം പറഞ്ഞു അവരെ എന്നേ ഞാൻ പടിയടിച്ച് പിണ്ടം വെച്ചാന്ന് പറയാണ് എൻ്റെ മനസ്സിൽ നിന്ന്. ഇത് കേട്ട് കഴിഞ്ഞപ്പോൾ കല്യാണിക്ക് അങ്ങോട്ട് സഹിച്ചില്ല. കല്യാണി എന്നിട്ട് അവൻ്റെ കോളറിന് അങ്ങോട്ട് കയറി പിടിക്കണം. നീ എന്താടാ പറഞ്ഞേ? എൻ്റെ അമ്മേനെ കുറിച്ച് ഇതേ അനാവശ്യം പറഞ്ഞാണ്ടല്ലോ, അന്ന് കോടതി വെച്ച് നിനക്കിട്ട് ഞാൻ തരണ്ടായിരുന്നു. അന്ന് കോടതി വെച്ച് നീ എൻ്റെ അമ്മേനെ അനാവശ്യമൊക്കെ പറഞ്ഞു. കിരണേട്ടനെ അച്ഛനെയും വെച്ച് അന്ന്. പക്ഷെ ഞാൻ ക്ഷമിച്ചു വിട്ടു. പക്ഷെ ഇന്നുണ്ടല്ലോളം ചോദിച്ചാൽ അവൻ്റെ കർണം പൊത്തി ഒരെണ്ണം കൂടെ കൊടുക്കുകയാണ്. ഞാൻ ക്ഷമിക്കില്ലടാ, ഇത് ഞാൻ പിന്നെ തരാന്ന് കരുതിയിരുന്ന. പക്ഷെ ഇപ്പം നീ ഇത് ചോദിച്ചു വാങ്ങി, നിനക്കത് തരാതിരിക്കാൻ പറ്റില്ല. കാരണം നിന്നെപ്പോലൊരു മകനെ പ്രസവിച്ച ആ അമ്മേനെ പറഞ്ഞാൽ മതി. കാരണം നിന്നെപ്പോലെ വിഷ ജന്തു ആണല്ലോടാ വന്ന് പറഞ്ഞത്. അത്രയും നല്ലൊരു അമ്മയുടെ വയറ്റില് എടാ, അങ്ങനെ ഒരു അമ്മയുടെ വയറ്റിൽ വന്ന് പിറക്കാനായിട്ട് നീ പുണ്യം ചെയ്യണടാ. പക്ഷെ അതിനുള്ള യോഗം നിനക്കില്ലാതെ പോയെന്ന് പറയണം. ഇത് കേട്ടപ്പോൾ അവൻ പറഞ്ഞു എനിക്കറിയാടി, നീ ആ കിരണിന്റെ ആ പണക്കൊഴുപ്പിലല്ലേ കിടന്ന് ഇങ്ങനെ തുള്ളുന്നേ. അത് കണ്ടിട്ടല്ലേ അധികം വൈകാതെ ഉണ്ടോ ആ കമ്പനിയൊക്കെ പൂട്ടി പോവുള്ളൂ. അതെ, ഞാൻ കാർത്തികേശ്വര അമ്മ ഞങ്ങളുടെ വീട്ടിലേക്കൊന്ന് വന്നോട്ടെ, എൻ്റെ അച്ഛനും ആ അമ്മയും തമ്മിലുള്ള കല്യാണം ഒന്ന് കഴിഞ്ഞോട്ടെ. പിന്നെ ആരാ LK കൺസ്ട്രക്ഷൻ മൊത്തം ഞങ്ങളുടേതായി തീരാനായിട്ട് പോവാം. ആ നിമിഷം തന്നെ കണ്ടു നിന്റെ കമ്പനിയൊക്കെ പൂട്ടിപ്പോവും. RS കൺസ്ട്രക്ഷൻ പിന്നെ ഉണ്ടാവത്തില്ലടി എന്തൊക്കെ പറഞ്ഞ് വെല്ലുവിളിക്കുകയാണ്. ഇത് കേട്ടത്
കല്യാണം പറഞ്ഞ് നമുക്ക് കാണാടാ, നീയൊക്കെ ഇവിടെ തന്നെ കാണുമല്ലോ എന്ന് പറയാണ്. കാണൂടി, ഞാനൊക്കെ ഇവിടെ തന്നെ കാണും, നീ കണ്ടോളാൻ പറയാണ്. അങ്ങനെ വെല്ലുവിളിച്ചിട്ട് അങ്ങോട്ടേക്ക് പോവാണ്. ആ സമയം ബാലണ്ണം കാണുന്നുണ്ടായിരുന്നു ഈ വെല്ലുവിളിയും കാര്യങ്ങളൊക്കെ. ബാലണ്ണം മനസ്സിലോർത്തു, എന്തൊരു അഹങ്കാരം ഇവന്. ഇങ്ങനെയാണെങ്കിൽ ഇവന് ഇത്രയും കൂടെ സൗഭാഗ്യം കിട്ടിക്കഴിഞ്ഞിട്ടുണ്ടെങ്കിൽ ഇവന് മനുഷ്യരെ കണ്ടാൽ തിരിച്ചറിയത്തില്ലോ, അല്ലെങ്കിൽ വെറുതെക്കാരെ പോലും വെറുതെ വിടത്തില്ലോ എന്നൊരു ചിന്ത ബാലന്റെ മനസ്സിലേക്കും ഉണ്ടായിട്ടുണ്ടായിരുന്നു. പിന്നീട് കല്യാണം നേരെ വീട്ടിലേക്ക് ചെല്ലുവാണ്. വീട്ടിലേക്ക് ചെന്ന് കഴിഞ്ഞപ്പോ ദീപ അവിടെ ഉണ്ടായിരുന്നു. ദീപയോട് ഈ കാര്യങ്ങളൊക്കെ പറയാണ്, വിക്കത്തെ കണ്ട കാര്യങ്ങളൊക്കെ എല്ലാം കേട്ട് കഴിഞ്ഞപ്പോഴത്തേനും ദീപ പറഞ്ഞു, അവനെന്റെ കണ്ണുമുന്നിലാനും കിട്ടിയിട്ടുണ്ടെങ്കിൽ അവന്റെ കർണം ഞാൻ പോയിച്ചൊന്ന് കൊടുത്തേനും മോളെ, ഞാൻ കൊടുക്കാനുള്ള എന്താണെന്ന് നീ കൊടുത്തുള്ളൂ എന്ന് പറയാം. അതേമേ, കൊടുക്കാതിരിക്കാൻ പറ്റില്ലായിരുന്നു, കാരണം എനിക്ക് അവനെ കൊല്ലാനുള്ള മനസ്സാ വന്നേ. ഇത് കേട്ടത് ദീപ പറഞ്ഞിട്ട് കാര്യമില്ല മോളെ, എന്ത് ചെയ്യാനെന്ന് പറ. ഇങ്ങനൊരു അസുര ജന്മം എന്റെ വയറ്റിൽ വന്ന് പിറന്നല്ലോ എന്ന് ഓർത്തിട്ടാ ഞാൻ. അല്ല, അവനെ എങ്ങനെ ആക്കിയെടുത്തതാ. അവന് ചെറുപ്പത്തിൽ ഇങ്ങനെയൊന്നും ആയിരുന്നല്ലോ. അവന്റെ അമ്മൂമ്മയും അയാളും കൂടി ഇങ്ങനെ ആക്കിയെടുത്തല്ലേ. ഇനി നമ്മൾ പറഞ്ഞിട്ടൊന്നും ഒരു കാര്യമില്ലെന്ന് പറയാണ്. ആ സമയം രാഹുൽ ആകെപ്പാടെ തകർന്നാണ് വീട്ടിലേക്ക് കയറി ചെല്ലുന്നേ. അപ്പത്തേന് ചാരി ഓടി വന്നിട്ട് ചോദിച്ചു, എന്തായ കാര്യങ്ങള്, അവന് പണം കൊടുത്തോന്ന് ചോദിക്കുക. ഇത് കേട്ടപ്പം രാഹുൽ പറഞ്ഞില്ലാന്ന് പറയാണ്. പെട്ടെന്നാണ് ചാരി കവിളത്തെ പാട് കിടന്ന്, ഇതെന്താ കവിളത്തൊരു പാടൊക്കെ ആയിട്ട്, രൂപ പൈസ തന്നില്ലേ, വേറെന്തെങ്കിലും പ്രശ്നമുണ്ടോന്ന് ചോദിക്കാം. അത് പിന്നെ പൈസയൊക്കെ രൂപ തന്നു, പക്ഷേ എങ്കിൽ അത് കൊടുക്കാൻ പറ്റിയില്ലെന്ന് പറയാ. കാര്യം എന്താന്ന് പറ. പണമായിട്ട് പോയിരുന്ന വഴിക്ക് കുറച്ച് ഗുണ്ടകൾ പണം അടിച്ചു മാറ്റിക്കൊണ്ട് പോയെന്നൊക്കെ പറയാണ്. ഇത് കേട്ടത് ഷാരി പറഞ്ഞു, ദൈവമേ, ആരായിരിക്കും പോലും, ഒരു പക്ഷെ ആ മനോഹറായിരിക്കോ. ഞാൻ അവനോട് പറഞ്ഞു ഇതിനെക്കുറിച്ച്, അവൻ സമ്മതിച്ചിട്ടില്ല. പക്ഷെ എനിക്ക് അവനെ നല്ല സംശയമുണ്ട്, അവനിങ്ങനത്തെ പരിപാടി കാണിച്ചതാണോന്ന്. അങ്ങനെ കാണിക്കാൻ വഴിയില്ല, ഒന്ന് ഓർത്തു നോക്കിയേ. കാരണം അവന് കിട്ടാൻ പോണ്ട പൈസ അവൻ തട്ടിയെടുത്തോണ്ട് പോകേണ്ട കാര്യമില്ലോ. പക്ഷെ അവന്റെ സ്വഭാവം ആയതുകൊണ്ട് പറയാൻ പറ്റില്ല. ഇനിയും പണം നമ്മുടെ ഇത് മേടിക്കാൻ വല്ല ട്രിക്ക് ഇറക്കിയേക്കുന്നതാണോന്ന്. അങ്ങനെയാണെങ്കിൽ അവനെ വെറുതെ വിടാൻ പോകുന്നില്ല. അല്ലെങ്കിൽ ഇപ്പം എന്ത് ചെയ്യും? ഇനിയിപ്പോൾ അവനെ ഒഴിവാക്കണേ എന്ത് ചെയ്യും? ഒഴിവാക്കണേ ഇപ്പം ഞാൻ നോക്കിയിട്ട് ഒരു മാർഗം മാത്രമേ കാണത്തുള്ളൂ. ആർക്കെങ്കിലും ഒരു 5ഉം 10ഉം കൊടുത്ത് അവനെ അങ്ങ് തീർത്ത് കളഞ്ഞേക്കാൻ പറയാം. അല്ലാതെ ഇനിയിപ്പോൾ 2 കോടി രൂപയോട് ഇനിയിപ്പോൾ ഈ പണം ചോദിക്കാൻ പറ്റില്ല. അവൾ ചോദിച്ചു കഴിയുമ്പോൾ ഞാൻ എന്താ മറുപടി പറയണ്ടേ, അതെനിക്കറിയില്ല എന്ന് പറയണം. ഇത് കേട്ട് കഴിഞ്ഞപ്പോൾ രാഹുലിനോട് ശാരി പറഞ്ഞു, നിങ്ങളുടെ കൊള്ളരുതായ്മ, കാരണം നിങ്ങൾക്ക് അത് സൂക്ഷിച്ചും കൊണ്ടുവരേണ്ട കാര്യമല്ലേ ഉണ്ടായിരുന്നുള്ളൂ. നിങ്ങൾ എന്ത് നോക്കി നടക്കുമായിരുന്നു ചോദിക്കണം. ഇതേടപ്പോൾ രാഹുൽ പറഞ്ഞു, പിന്നെ കാരണം മുന്നിലേക്ക് വേറെ വണ്ടി കയറ്റിയിട്ട് പണം തട്ടിയെടുത്തുകൊണ്ട് പോകുന്ന സമയത്ത് എനിക്ക് തന്നെ എന്തെങ്കിലും ചെയ്യാൻ പറ്റുമോ? അവർ 3-4 പേരുണ്ടായിരുന്നു ഗുണ്ടകളെന്ന് പറയാം. ശാരി പറഞ്ഞു, ഇനിയിപ്പോൾ കൂടുതലൊന്നും പറയണ്ട, യോഗമില്ലെന്ന് പറഞ്ഞാൽ മതി. അവനെ എത്രയും പെട്ടെന്ന് ഒഴിവാക്കാൻ നോക്കുക. ആർക്കെങ്കിലും പണം കൊടുത്ത് ഇനി അവനെ തട്ടിക്കളഞ്ഞാലും കുഴപ്പമില്ല. എൻ്റെ മോളുടെ ജീവിതം എനിക്ക് വലുതെന്ന് പറയാണ്. ഇത് കേട്ടപ്പോൾ രാഹുൽ പറഞ്ഞു, ഞാനൊന്ന് ആലോചിക്കട്ടെ എന്താ വേണ്ടേന്ന്. ആ സമയം സരി ആകെപ്പാടെ വിഷമിച്ചിരിക്കുമ്പോഴാണ് മനോഹർ അങ്ങോട്ടേക്ക് കയറി വരുന്നത്. മനോഹറെ കണ്ട സരി പറഞ്ഞു, അല്ല മനുവേടൻ ഇത് എത്ര സമയം എവിടെയായിരുന്നു ചോദിക്കുക. അല്ല അത് പിന്നെ മോള് ഞാനൊരു കമ്പനിയായിട്ട് എനിക്ക് കുറച്ച് കാര്യങ്ങളൊക്കെ ഉണ്ടായിരുന്നു പറയാണ്. അതെ മനുവേട്ടാ, ഇനി അധികം താമസിപ്പിച്ചുകൂടാ, എനിക്ക് ഈ വീട്ടിൽ നിൽക്കാൻ പറ്റില്ല. ഒരു കാര്യം ചെയ്യാം, നമ്മൾ ഇനി ഇപ്പം അങ്ങോട്ട് പോകുന്നതിന് മുമ്പ് നമുക്ക് എവിടെയെങ്കിലും ഒരു വാടക വീട് എടുത്ത് അങ്ങോട്ടേക്ക് മാറാന്ന് പറയാണ്. വാടക വീട് എടുത്ത് മാറാനോ ഈ വീട്ടിൽ നിന്നോ? അതൊക്കെ ശരിയാവുന്ന കാര്യമാണ് മോളൂ. അച്ഛനെ അമ്മേനെ ഇട്ടിട്ട് നമുക്കൊരു വാടക വീട് എടുത്ത് മാറേണ്ട കാര്യമുണ്ടോ? പറ്റില്ല മനുവേട്ടാ, എനിക്കിവിടെ ഒരു നിമിഷം പോലും നിൽക്കാൻ പറ്റുന്നില്ല. എന്നെ എവിടെയെങ്കിലും കൊണ്ടോ, എനിക്ക് പറ്റുന്നില്ല എന്ന് പറയണം. അപ്പം നിന്റെ അച്ഛനും അമ്മയൊക്കെ അവരുടേതായ കാര്യങ്ങൾ നോക്കിക്കോളും, എനിക്ക് പറ്റില്ല എന്ന് പറയണം. എന്നും പറഞ്ഞുകൊണ്ട് സരിയു മനോഹറിനെ കെട്ടിപ്പിടിക്കുക. മനോഹറിന് മനസ്സിലായി ഇവളുടെ മനസ്സിൽ വേറെ എന്തൊക്കെയോ ഉണ്ട്, ഇവൾ എന്തൊക്കെയോ കാര്യങ്ങൾ അറിഞ്ഞതുപോലെ ഉണ്ട്. അല്ലെങ്കിൽ ഒരു കാരണവശാൽ ഇവളിങ്ങനെ പെരുമാറത്തില്ല. ഇനിയിപ്പോൾ തൻ്റെ കാര്യം കൂടെ അറിഞ്ഞു കഴിഞ്ഞിട്ടുണ്ടെങ്കിൽ അതോടുകൂടി തീർന്നു. അങ്ങനെ എന്തെങ്കിലും അറിഞ്ഞിട്ടുണ്ടെങ്കിൽ തനിക്ക് പണം പോലും കിട്ടാൻ പോകുന്നില്ല. അതിനു മുമ്പ് എങ്ങനെയും കുറച്ച് കാശെങ്കിലും കിട്ടുവാണെങ്കിൽ പോയേക്കായിരുന്നു. ഒരു പക്ഷേ രാഹുൽ പറഞ്ഞ പോലെ പണം കൊണ്ടുവരുന്ന വഴിക്ക് അയാളുടെ കയ്യിൽ ആരും പിടിച്ചു മറിച്ചുകൊണ്ട് പോയതാണോ അതോ തനിക്കിട്ടുള്ള പണി തന്നാണോ ഒന്നും അങ്ങോട്ട് മനസ്സിലാവുന്നില്ല. ഇന്നത്തോടു കൂടി ഇവളുടെ ശല്യം ഒഴിഞ്ഞു പോയെന്ന് ഓർത്തിരുന്ന, പക്ഷെ ഇവിടെ നിന്ന് അങ്ങോട്ട് പോകാൻ പറ്റുന്നില്ലോ എന്നൊക്കെ ഓർത്തിട്ട് ആകെപ്പാടെ എന്ത് ചെയ്യണമെന്ന് അറിയത്തില്ലാത്തൊരവസ്ഥയിൽ മനോഹർ ഇരിക്കുകയാണ്. അപ്പോൾ അതിൻ്റെ വിശേഷങ്ങളൊക്കെ നമ്മൾ നാളെ കാണാനായിട്ട് പോകുന്നത്. ആ വിശേഷങ്ങൾക്കായി നമുക്ക് എല്ലാവർക്കും കാത്തിരിക്കാം കേട്ടോ. ഒരിക്കൽ കൂടി എല്ലാവർക്കും നല്ലൊരു രാത്രി ആശംസിച്ചു നിർത്തുന്നു. നന്ദി.